ഹലോ നമസ്കാരം. ഇന്നത്തെ യാത്ര ഞങ്ങൾ തുടങ്ങിയത് ഒരു ബോട്ട് യാത്രയിലൂടെയായിരുന്നു. ആദ്യമേ തന്നെ ബോട്ട് ജെട്ടിയിൽ പോയി 2 ദിർഹം കൊടുത്ത് ടിക്കറ്റ് എടുത്തു. ഞങ്ങൾ എന്നിട്ട് പോയത് ഓൾഡ് ബെലാഡിയ സ്ട്രീറ്റിലേക്കായിരുന്നു. അവിടുത്തെ കാഴ്ചകൾ അതിമനോഹരമായിരുന്നു. ഒരു പർച്ചേസിങ്ങിന് പറ്റിയ ഒരു സൈറ്റ് തന്നെയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അകത്ത് കയറിയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണിച്ചു തരാം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സ്ട്രീറ്റിലേക്ക് എൻട്രി ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു മാപ്പ് കാണാമായിരുന്നു. ആ മാപ്പിലൂടെ നോക്കിയാൽ നമുക്ക് ആ ഒരു സ്ട്രീറ്റിൻ്റെ ഒരു ഔട്ട്ലൈൻ കിട്ടും. അതിനുശേഷം ഞങ്ങൾ സുഗന്ധദ്രവ്യങ്ങളൊക്കെ വിൽക്കുന്ന ആ ഒരു കടയുടെ ഏരിയയിലേക്കാണ് പോയത്. വളരെ മനോഹരവും നല്ല അടിപൊളി സ്മെല്ലുമായിരുന്നു. ഞങ്ങളവിടെ കുറച്ച് നേരം നിന്നു. അതിനുശേഷം അവരതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു 100 ഗ്രാമിന് 1000 ദിർഹം എന്നൊക്കെ കേട്ടപ്പോൾ ഞങ്ങൾ പതുക്കെ സ്കൂട്ടായി. അതിനുശേഷം ഞങ്ങൾ പോയത് പർച്ചേസിങ് സെക്ഷനിലേക്കാണ്. അവിടെ വിവിധ തരങ്ങളിൽ ദുബായിയുടെ ആ ഒരു കൾച്ചറിനെ സൂചിപ്പിക്കുന്ന ഒരുപാട് ഡ്രസ്സ് ഐറ്റംസ് ആവട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ഷോക്കേസിൽ വെക്കാൻ പറ്റുന്ന ഐറ്റംസ് ആകട്ടെ, പെർഫ്യൂംസ് ആകട്ടെ, അങ്ങനെ പല പല വിഭാഗങ്ങൾ തന്നെ നമുക്കവിടെ കാണാമായിരുന്നു. അടുത്ത ഞങ്ങളുടെ യാത്ര ഗോൾഡ് സോക്കിലേക്കായിരുന്നു. അവിടുത്തെ വിശേഷങ്ങൾ ഞാൻ പറഞ്ഞറിയിക്കുന്നില്ല, നിങ്ങൾക്ക് കണ്ട് തന്നെ മനസ്സിലാകും. കണ്ണ് മഞ്ഞളിക്കുന്ന രീതിയിലായിരുന്നു ഗോൾഡിൻ്റെ കളക്ഷൻസ്. ആ ഒരു ഏരിയ ഫുള്ള് ജ്വല്ലറീസ് തന്നെയാണ്. നെറ്റിപ്പട്ടം പോലും ഗോൾഡിൽ ഞങ്ങൾ കണ്ടു. അത് നിങ്ങൾക്ക് വഴിയെ കാണിച്ചു തരാം, നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ചേച്ചി പറഞ്ഞു ഗോൾഡ് സൂക്കിലാന്ന് പറ. ഗോൾഡ് സൂക്കിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. നെറ്റിപ്പട്ടം എത്ര പവനാണെന്നൊന്നും എനിക്കറിയത്തില്ല. നെറ്റിപ്പട്ടം ഗോൾഡാണ്. ഗോൾഡ് ഡയമണ്ട് ഇല്ല, ഫുള്ള് ഗോൾഡാണ്. എനിക്കത് മതി. അങ്ങനെ ഇതെല്ലാം കണ്ട് കഴിഞ്ഞ് ഞങ്ങൾ പതുക്കെ ഒരു ടാക്സി എടുത്ത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ചായക്കടയിൽ വന്ന് ചായ കുടിച്ച് അന്നത്തെ ദിവസത്തെ ട്രിപ്പ് ഞങ്ങൾ വൈൻഡപ്പ് ചെയ്തു. നല്ല നാടൻ ചായക്കടയിൽ വന്ന് നല്ല നാടൻ പഴംപൊരിയും നല്ല കട്ടൻ ചായയും. സോ സൈനിങ് ഓഫ്, ബൈ.